ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ദുവിന്റെ അമ്മയെ നമ്മൾ കണ്ടെത്തും. അതെങ്ങനെ? അല്ല, നീ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ഞാൻ എങ്ങും പോവാതെ തന്നെ കണ്ടുപിടിക്കും. എന്റെ കയ്യിലെ അതിനൊരു സർപ്രൈസ് ഉണ്ട്. വാ. നല്ല ഭംഗിയുണ്ട് ചിപ്പിയുടെ മുറുക്കി. കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ടല്ലോ. എന്റെ കയ്യിലും ഉണ്ട് ഇതുപോലൊരു സ്പൈഡർമാൻ. ഇവിടെ കുറെ കളിപ്പാട്ടങ്ങളുണ്ട്. അമ്മ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വാങ്ങും. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ നീ എടുത്തോ. ഓ, എനിക്ക് വേണ്ട. ഞങ്ങൾക്കല്ലാതെ ഉള്ള കളികളാ കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാലും ഇതൊക്കെ കാണാൻ കൊള്ളാം കേട്ടോ. ഈ മുറിയിൽ ഒറ്റയ്ക്കാണോ നീ? അതെ, ഒറ്റയ്ക്ക് കിടന്ന എന്താ കുഴപ്പം? ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്നു. അമ്മു അമ്മയുടെ കൂടെ. ഗൗരിയോ? എനിക്ക് അമ്മ കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നുറങ്ങണം. അമ്മയ്ക്കും അതുപോലെ തന്നെയാ. ഒരു ദിവസം പോലും വേറെ ആരുടെയും കൂടെ കിടന്നുറങ്ങാൻ അമ്മ സമ്മതിക്കില്ല. അതെ, എന്തൊക്കെയാ നിന്റെ സർപ്രൈസ് പ്ലാൻ? സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് അമ്മ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്ത് സൂചന? നമ്മളെ അടിച്ചു പൊളിക്കുന്നതേ ഇവിടെ ആയിരിക്കില്ല. ഏതോ ഒരു പിക്നിക് സ്പോട്ടിലാണെന്ന് അമ്മ പറഞ്ഞത്. അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ആ സ്ഥലം ഏതാ നിനക്കറിയോ? അതെനിക്കറിയില്ല. ഗൗരിയുടെ ബാഗിൽ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ ഇത്? എന്താടാ ഇതൊക്കെ? ആരാ ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത്? അതെ, കുളിക്കുന്നതിന് കുറച്ചു മുമ്പ് തലയിൽ എണ്ണ തേക്കണം. എന്നിട്ട് കുളിക്കുമ്പോ ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞാ മതി കേട്ടോ. അമ്മേ, ഞാൻ ഒരു ദിവസത്തേക്കല്ലേ പോകുന്നേ. ഒരു ദിവസം എണ്ണ വെച്ചില്ല വെച്ച് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ അമ്മയുടെ ഒരു കാര്യം. മോക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എണ്ണ തേക്കുന്നൊന്നും മുടക്കാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. ഞാൻ തേച്ചോളാം. ഇത് വൊമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ടാബ്ലറ്റ്. അഥവാ വൊമിറ്റ് ചെയ്യണമെന്ന് മറ്റോ തോന്നിയാ ഇത് കഴിച്ചാ മതി. അതൊന്നും വേണ്ടമ്മേ. ഞാൻ ഇതുവരെ എവിടെയെങ്കിലും പോകുമ്പോ വൊമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്നാലൊരു മുൻകരുതലിന് ഇതിരിക്കട്ടെ. ദേ, ഈ ഡ്രസ്സിൽ ഒരെണ്ണം ഇന്ന് വൈകുന്നേരം കുളിച്ചിട്ടിടണം. ബാക്കിയുള്ളത് നാളത്തേക്കാട്ടോ. ടവല് തല തുടച്ചിട്ട് നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ. അമ്മേ, ഒരു ദിവസത്തേക്ക് ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും കാറിലല്ലേ പോകുന്നേ, ഇരിക്കട്ടെ. ഇനി മോക്കൊരെണ്ണം ഇഷ്ടമായില്ലെങ്കിൽ വേറൊരെണ്ണം ഇടാലോ. പിന്നെ തലവേദനയ്ക്കുള്ള ഗുളികയും അമ്മ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തലവേദനയൊന്നും വരത്തില്ല. എന്നാലും ഇരിക്കട്ടെ, ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാലോ. പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, വെള്ളത്തിലൊന്നും പോയി ചാടരുത്, പനി പിടിക്കും. എന്താ, വെള്ളത്തിൽ ചാടാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഏയ് ഇല്ലമ്മേ. ദേ, മോക്ക് ആവശ്യമുള്ള എല്ലാം അമ്മ ഇതിൽ വെച്ചിട്ടുണ്ട്. ബ്രഷ് ഇത് മതിയോ അതോ വേറെ വേണോ? ഇത് തന്നെ മതി. കുളിച്ചിട്ട് തല നല്ലതുപോലെ തോർത്തണേ. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോ എങ്ങും വീഴാതെ നോക്കണം. എന്റെ അമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആരാണോ ഈ സ്ലീപ്പ് ഓവർ കണ്ടുപിടിച്ചേ? ശോ, വേണ്ടായിരുന്നു. നമ്മ ഒറ്റയ്ക്കാവും. മോളെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരത്തില്ല. ഒരു ദിവസത്തെ കാര്യത്തിനാണോ അമ്മ ഇത്രയ്ക്ക് വിഷമിക്കുന്നേ? ഒരു ദിവസം നല്ല. എന്റെ മോളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. ഇത് പിന്നെ മോളുടെ നിർബന്ധം കൊണ്ട് അമ്മ സമ്മതിച്ചതാ, അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അറിയാലോ? ഓ, അറിയാം. അമ്മയ്ക്ക് സങ്കടമായോ?
സങ്കടപ്പെടണ്ട കേട്ടോ. ഉമ്മ. നോക്ക്, എന്തൊക്കെയാ ഇത്? ഒരാഴ്ച ടൂർ കണക്കുണ്ടല്ലോ. എണ്ണയും സോപ്പും ടവലും എത്ര ഭംഗിയായിട്ടാ എല്ലാം നിന്റെ അമ്മ അടുക്കി വെച്ചേക്കുന്നേ. ചില നേരം ഈ അമ്മയെ കൊണ്ട് വലിയ തലവേദനയാ. എങ്ങോട്ട് പോവാ ഇറങ്ങിയാലും ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിൽ വെക്കും. കണ്ടില്ലേ, ഒമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ടാബ്ലറ്റ് വരെ ഉണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതിനൊന്നും സമയമില്ല. എനിക്കിതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ജെനിയാൻഡിയാ. ഗൗരിയുടെ അമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അമ്മ ഉണ്ടാവൂന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാ. നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് അമ്മമ്മയും സച്ചിയച്ഛനും പിന്നെ എന്റെ അമ്മയും എല്ലാരും ഇല്ലേ. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. പക്ഷേ അമ്മമാർ ഞങ്ങളുടെ മുടി കെട്ടിത്തരുന്നതും അമ്മയുടെ കൈ പിടിച്ച് അമ്പലത്തിൽ പോകുന്നതൊക്കെ ഒരു ഭാഗ്യമല്ലേ. എന്ന് രാവിലെ സ്കൂളിൽ പോവാറങ്ങുമ്പോ അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നത് ഞാൻ ഒരുപാട് തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്റെ അമ്മമ്മ എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ. എന്നാലും അമ്മമ്മയ്ക്ക് എന്റെ അമ്മയാവാൻ പറ്റില്ലല്ലോ. അമ്മാന്ന് കേക്കുമ്പോ ഒരു കൊതിയാ. ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ, അടുത്തിരിക്കാൻ. നിങ്ങളൊക്കെ ആ കാര്യത്തില് ഭാഗ്യം ചെയ്തവരാ. പ്രത്യേകിച്ച് ഗൗരി. ഗൗരിയുടെ അമ്മ അടിപൊളിയാ. അത് സത്യ. ഞാൻ ആശുപത്രി കിടന്നപ്പോഴേ അന്ന് എനിക്ക് ബ്ലഡ് വന്നത് സമൃദ്ധാന്റിയാ. ഇവര് തമ്മിൽ ഇപ്പൊ നല്ല ഫ്രണ്ട്സാ. സോറി ചിപ്പി, അന്ന് ഞാൻ കാരണമല്ലേ നിനക്ക് അപകടം പറ്റിയത്. അതൊക്കെ കഴിഞ്ഞില്ലേ. നീ മനഃപൂർവ്വം ചെയ്തല്ലോ, നമ്മൾ കളിച്ചതല്ലേ. അന്ന് രാത്രി ഇന്ദുട്ട് ഒരുപാട് കരഞ്ഞായിരുന്നു. ഇവള് വിചാരിച്ചതേ നീ പോയി പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യുമെന്നാ. ഇവക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യാനോ? ഇവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അല്ലേടി? ഇന്ദുവിന്റെ അമ്മയെ നമ്മൾ കണ്ടെത്തും. അതെങ്ങനെ? അല്ല, നീ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ഞാൻ എങ്ങും പോവാതെ തന്നെ കണ്ടുപിടിക്കും. എന്റെ കയ്യിലെ അതിനൊരു സർപ്രൈസ് ഉണ്ട്.